4 കുട്ടികൾക്കും ഒരേ സ്ഥലത്ത് അടുത്തടുത്ത് ഖബർ കുഴിച്ചിരിക്കുന്ന കാഴ്ചയാണത്. തുപ്പനാട് ജുമാ മസ്ജിദിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മൾ സമാനമായ ഒരു ഖബർ ഒരുപാട് നമ്മൾ ഈ അടുത്തിടെ ഇത്തരത്തിലുള്ള കൂട്ടക്കബറിടങ്ങൾ കാണുന്നു. വലിയ വേദനയാണ്, വലിയ സങ്കടകരമാണ്. നിഖിൽ പരമേശ്വരൻ, നിഖിൽ, നമ്മൾ ഈ ദൃശ്യങ്ങൾ ഒരിടത്ത് കാണുന്നത് തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 അടുത്ത സുഹൃത്തുക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന അടുപ്പിച്ചടുപ്പിച്ച് 4 ഖബറുകളാണ്. വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമാണത്. 10:00 തന്നെ ഖബറടക്കം നടക്കുമെന്ന് കരുതാമോ നിഖിൽ, അതോ അത് കുറച്ച് വൈകുമോ ഇവിടുത്തെ പൊതുദർശനം? അതെ, മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ ഒരുക്കിയിരിക്കുന്ന 4 ഖബറുകളാണ്. 4 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോയിട്ടുള്ളവരാണ് ഇക്കാലം അത്രയും. ഇവർ 7 പേരുടെ ഒരു സുഹൃത്ത് സംഘമാണ്, സുഹൃത്ത് വലയമാണ്. അതിൽ 5 കുട്ടികൾ. റിജിന, ബാക്കി മരിച്ചുപോയ 4 കുഞ്ഞുങ്ങൾ. റിജിന മാത്രമാണ് ഇതിൽ രക്ഷപ്പെട്ടത്. റിജിന പറയുന്നുണ്ട് ഈ നനഞ്ഞകൂട അജിന മാത്രമാണ് ഇതിൽ രക്ഷപ്പെട്ടത്. അജിന പറയുന്നുണ്ട് ഈ ഹൃദ ഫാത്തിമ നനഞ്ഞകൂട തന്നെ ഏൽപ്പിച്ചു, സൂക്ഷിക്കാൻ തന്നെ ഏൽപ്പിച്ചു. അത് ബാഗിലോട്ട് വെക്കാൻ നേരം ഈ റൈറ്റിംഗ് പാഡ് കൂടി ഒന്ന് വെക്കാമോ എന്ന് ചോദിച്ച് റൈറ്റിംഗ് പാഡ് കൂടി കൊടുത്തു. അങ്ങനെ ഹൃദയയുടെ നനഞ്ഞ കുടയും റൈറ്റിംഗ് പാഡും അജിനയുടെ ബാഗിലുണ്ട്. അപ്പോൾ അവൾ പ്രതികരണം ആരായുന്ന മാധ്യമപ്രവർത്തകരോട് കാണിക്കുന്നുണ്ട് ഈ സങ്കട ദൃശ്യങ്ങൾ. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ പിണക്കവും ഒക്കെയായി. കൂട്ടുകാർ പിണങ്ങാറുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങൾ മാത്രമാണ്. അവർ വലിയ സുഹൃത്തുക്കളാണ്. എന്ന് പറഞ്ഞാൽ ഈ സമയത്തെ ഈ സ്കൂൾ സൗഹൃദങ്ങളൊക്കെ ദീർഘകാലത്തേക്ക്, ഒരുപക്ഷെ ആയുഷ്കാലത്തേക്ക് മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിൻ്റെ തുടക്കമൊക്കെയാണ്. ആ ബന്ധത്തിൻ്റെ തുടക്കമാണ് പകുതിയിൽ മുറിഞ്ഞ 4 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഒരേ ഖബർസ്ഥാനിൽ അടുത്തടുത്തുള്ള 4 ഖബറിടങ്ങളിലേക്ക് മടങ്ങാൻ പോകുന്നത്. സൂരജ് സജി ചേരുന്നു. സൂരജ്, രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വേദനാ കാഴ്ചകളാണ്, സങ്കടത്തിൻ്റെ കാഴ്ചകളാണ്. 10:00 ഖബറടക്കത്തിനായി കൊണ്ടുപോകാൻ കഴിയും എന്ന് കരുതാമോ, അതോ ഒരുപാട് ആളുകൾ എത്തുന്നത് കൊണ്ടൊക്കെ തന്നെ ഈ പൊതുദർശനം നീളാനിടയുണ്ടോ? മന്ത്രി കെ കൃഷ്ണൻകുട്ടിയൊക്കെ എത്തുന്നുണ്ടല്ലോ സൂരജ്. ഹാഷ്മി, സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അന്തിമോപചാരം അർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി നേരിട്ടെത്തി ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനുശേഷം മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. മറുതലക്കലിൽ സഹപാഠികളടക്കം അധ്യാപകരടക്കം നിരവധി പേരാണ് അവസാനമായി ഈ 4 ചങ്ങാതിമാരെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. 4 ചങ്ങാതിമാരെയും യാത്രയാക്കാൻ വേണ്ടി സഹപാഠികളായിട്ടുള്ള നിരവധി പേർ ഇങ്ങോട്ടെത്തുന്നു. പക്ഷേ അവർക്കാർക്കും ഈ സങ്കടം അടക്കിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പലരും അതിവൈകാരികത പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ മാറി സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവരാരും എഴുന്നേൽക്കുന്നില്ല. ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവരെല്ലാവരും ഈ സുഹൃത്തുക്കളെ മാറി വിളിച്ചു നോക്കുന്നത്. അതോടൊപ്പം അധ്യാപകരുണ്ട്. അധ്യാപകരെ സംബന്ധിച്ച് ഏറെ ഓർമ്മകൾ ഉള്ള നിമിഷമായിരിക്കും. കാരണം അവരുടെ ക്ലാസ്സിൽ ഈ കുട്ടികളെ പലപ്പോഴും ഈ അധ്യാപകർ സ്നേഹത്തോട്, വാത്സല്യത്തോടു കൂടി അധ്യാപകർ സംസാരിച്ചിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ സ്നേഹശാസനകൾ ഉണ്ടായിരിക്കാം. അതെല്ലാം ഓർത്തെടുത്തുകൊണ്ടായിരിക്കും അധ്യാപകരും വരുന്നത്. അധ്യാപകർക്കും ഈ സങ്കടം താങ്ങാതെ അധ്യാപകരും പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ പോലും നമ്മൾ കണ്ടു. എന്നും, അതായത് ഈ ജനിച്ച നാൾ മുതൽ ഇവർ 7 പേർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. ഇവർ ഏതെങ്കിലും ഒരു വീട്ടിലെത്തി ഒന്നിച്ച് സംഗമിച്ചതിന് ശേഷം ഈ 7 പേരും ഒന്നിച്ചാണ് യാത്ര പോവുക. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്കൊക്കെ പോവുക. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കടക്കം ഈ 7 അംഗ സംഘത്തിൻ്റെ ഈ 7 സുഹൃത്തുക്കളുടെ യാത്ര ഈ നാട്ടുകാർക്കടക്കം സുപരിചിതമായിരുന്നു. അവർ പറയുന്നത് ഇന്നലെയും ഇത്തരത്തിൽ 7 പേർ ഒന്നിച്ചാണ് യാത്ര പോയത്. പക്ഷേ അതിൽ ഒരു മിഠായിയെ ചൊല്ലി ഉണ്ടായ സൗന്ദര്യപ്പിണക്കം, ആ സൗന്ദര്യപ്പിണക്കത്തെ തുടർന്ന് 2 പേർ റോഡിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്നു. അതിനിടയിലാണ് ഈ 5 പേർക്കിടയിലേക്ക് ഈ ലോറി പാഞ്ഞു കയറുന്നതും 4 ജീവൻ കവരുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ
ഇതിൽ ഒന്നും അറിയാതെ പോയ പിഞ്ചു കുഞ്ഞുങ്ങളാണ്, അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. സഹപാഠികളെ സംബന്ധിച്ച് അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല, ഈ നാടിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതല്ല. കാരണം ചെറുപ്പം മുതൽ തന്നെ ഇവരെല്ലാവരും ഒന്നിച്ച് കളിച്ച് ചിരിച്ചു വളർന്നതാണ്. അത് കുഞ്ഞുനാൾ മുതൽ ഉള്ള സ്നേഹബന്ധമാണ് ഇവരുടേതെന്നുള്ളതാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും പറയുന്നത്. പല പല വീടുകളാണെങ്കിൽ പോലും ഇവരെല്ലാവരും ഒറ്റ കുടുംബത്തെ പോലെയാണ് കഴിഞ്ഞത്. ഓരോ വീട്ടുകാരുടെ പ്രശ്നങ്ങളും ഓരോരുത്തർക്കും അറിയാം. ഇപ്പോൾ നിദ ഫാത്തിമയുടെ ആണെങ്കിലും റിതയുടേതാണെങ്കിലും ആയിഷയുടേതാണെങ്കിലും എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും അവരവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അറിയാവുന്ന ഇഴകിച്ചേർന്ന് ജീവിച്ചിരുന്ന കുടുംബാംഗങ്ങളാണ്. അതിലെ 4 കുരുന്നുകളെയാണ്, 4 കുഞ്ഞുങ്ങളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഈ നാടിനെ സംബന്ധിച്ച് അവരുടെ വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണോ, സ്വന്തം കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ, ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ഈ നാടാകെ തന്നെ ഇവരുടെ വേർപാട് കാണുന്നത്. ഒന്നിച്ച് സ്കൂളിൽ പോയിരുന്ന, ഒന്നിച്ച് കളിച്ചിരുന്ന, ഒന്നിച്ച് പഠിച്ചിരുന്ന, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ആ 4 സഹപാഠികൾക്കും വേണ്ടി തൊട്ടടുത്തായി 4 ഖബറുകൾ ഒരുങ്ങുന്നു. അപൂർവമാണ് ഇത്തരമൊരു സങ്കടം, അപൂർവമാണ് ഇത്തരമൊരു സാഹചര്യം ഹാഷ്മി. 4 ഖബറുകൾ ഒന്നിച്ചൊരുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര അവസ്ഥയാണ്. ആ ഖബറിലേക്ക് ഈ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്തുന്ന സമയത്ത് ഈ സഹപാഠികളെ സംബന്ധിച്ചും ഈ നാട്ടുകാരെ സംബന്ധിച്ചും എല്ലാം അത് താങ്ങാൻ കഴിയുന്നതല്ല. ഇതിനോടകം തന്നെ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ ഈ ബന്ധുക്കളായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ സങ്കടം സഹിക്കാനാകാതെ കുഴഞ്ഞു വീണത്. ഈ അടുത്ത ബന്ധുക്കളടക്കം നിരവധി പേർ ഇത്തരത്തിൽ ഇവിടെ കുഴഞ്ഞു വീണു. അവരെ എല്ലാവരെയും വെള്ളം കൊടുത്തും ഒക്കെ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറെ നേരം, അതായത് ഇവരെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഏറെ നേരമായി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് ഇവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. 1 കിലോമീറ്ററിലധികം ദൂരത്തിലാണ് നിലവിൽ ഈ ക്യൂ തന്നെ നീണ്ടു നിൽക്കുന്നത്. അത്രമാത്രം ആൾത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. സഹപാഠികൾക്ക് അല്ലാതെ തന്നെ നേരിട്ട് വന്ന് ഈ കുട്ടികളെ കാണുന്നതിനുള്ള സൗകര്യമാണ്. പക്ഷേ ഈ സഹപാഠികൾ എല്ലാവരും വന്ന് അതിവൈകാരികമായി, അതായത് ഈ മൃതദേഹം ഇരിക്കുന്ന ആ ഫ്രീസറിന് മുകളിലേക്ക് അവർ കമഴ്ന്ന് വീഴുകയാണ്. പലരും അവരുടെ കണ്ണുനീരാണ് ഈ ഫ്രീസറിന് മുകളിൽ വീഴുന്നത്. കണ്ണുനീർ തുള്ളികൾ കൊണ്ട് ഇവർ വിളിച്ച് ഉണർത്താൻ നോക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ വിളി കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ കാണാനോ ഈ ഹൃദയ്ക്കും അതുപോലെ തന്നെ ആയിഷയ്ക്കും ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിനപ്പുറം. അവർ ഒരു വേള മാത്രം അവർ ഈ വിളിയോ ഈ തങ്ങളുടെ കണ്ണീരോ കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഈ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ സഹപാഠികളും എല്ലാം. അല്പം മുമ്പാണ് കാശ്മീർ ആയിഷയുടെ മൃതദേഹത്തിന് തൊട്ടരികിൽ ആയിഷയുടെ ഉമ്മയാണെന്ന് തോന്നുന്നു, ഉമ്മ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഈ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്, അന്ത്യ പ്രാർത്ഥന നൽകുകയാണ്. ആ പ്രാർത്ഥന നൽകുന്ന സമയത്ത് 2 കൈയും ചേർത്ത് പിടിച്ച് ആ പ്രാർത്ഥന അർപ്പിക്കുന്ന സമയത്ത് കണ്ടുനിന്നവർക്ക് പോലും അത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കണ്ടുനിന്നവർക്ക് പോലും സഹിക്കാൻ കഴിയാതെ ഉമ്മ കണ്ണുനീർ അടക്കി പിടിച്ചുകൊണ്ട്, തൻ്റെ വിഷമം അടക്കി പിടിച്ചുകൊണ്ട് ഇനിയെങ്കിലും, അതായത് ഭൂമിയിൽ ഇത്രയും കാലം അവളെ ഒരു സുന്ദരിയായ മണവാട്ടിയെ പോലെ പലകുറി മണവാട്ടിയായ ആയിഷയെ കണ്ടതാണ്. ആ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അവർ നല്ലതുപോലെ സന്തോഷത്തോടെ നോക്കി. ആ കുഞ്ഞിന് കഴിവതും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. സന്തോഷത്തോടെ ആ കുഞ്ഞിനെ ഇത്രയും നാൾ വളർത്തി. ഇനി പോകുന്ന സമയത്ത് ഈ അന്ത്യയാത്രയിൽ ഇനിയുള്ള നാളുകളിൽ അവരുടെ വിശ്വാസപ്രകാരം ആ കുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ആ അമ്മ തൻ്റെ കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥന അർപ്പിക്കുന്ന ആ നിമിഷം കണ്ടു നിന്നവരിൽ പോലും വലിയ വേദന ജനിപ്പിക്കുന്നതായിരുന്നു. അത്തരത്തിൽ ഏറെ വൈകാരികമായ നിമിഷത്തിലൂടെ ഈ കരിമ്പ നാട് കടന്നു പോകുന്നു. കരിമ്പനക്കൽ ഓഡിറ്റോറിയം കടന്നു പോകുന്നു. ഒരു ജനാരവം ഇങ്ങനെ, ഒരു ജനസാഗരം ഇങ്ങനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ ഓഡിറ്റോറിയത്തിന് ചുറ്റും കാത്തു നിൽക്കുന്നു. കണ്ണുനീർ തുള്ളികൾ എങ്ങും നമുക്ക് കാണാം. എല്ലാ മുഖത്തും കണ്ണുനീർ മാത്രം. അങ്ങനെ ഒരു കണ്ണുനീർ പുഴ തന്നെ ഇവിടെ രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത്. എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പോലും കഴിയാത്ത നിമിഷത്തിലൂടെ, ഇതൊന്നും യാഥാർത്ഥ്യമാകരുതേ എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷത്തിലൂടെയാണ് കാശ്മീർ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 കുട്ടികളെ ഇപ്പോൾ മാത്രമാണ് നമുക്കറിയാവുന്നത്. അങ്ങനെ ഇപ്പോൾ മാത്രം നമുക്കറിയാവുന്ന 4 കുട്ടികളുടെ വേർപാടിൽ ഇതൊന്നും യാഥാർത്ഥ്യമാവില്ല. ഇതൊക്കെ ഒരു ദുസ്വപ്നമായി നമ്മൾ ഞെട്ടിയുണരുന്ന ഒന്നായിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു എന്നും നമ്മളും എന്നെ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുന്ന പ്രേക്ഷകരും ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ ഇക്കാലം അത്രയും വളർത്തിയ പൊന്നുമക്കളെ പോലെ വളർത്തിയ അവരുടെ വീട്ടുകാർ അത്രമാത്രം അത് ആഗ്രഹിക്കുന്നുണ്ടാകണം. അവരുടെ കൂട്ടുകാർ അത്രമാത്രം അത് ആഗ്രഹിക്കുന്നുണ്ടാകണം. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇക്കാലം അത്രയും അവരെ പഠിപ്പിക്കുന്ന, അവരെ നേർവഴിക്ക് നയിക്കുന്ന അധ്യാപകർ അത്രമാത്രം അത് ആഗ്രഹിക്കുന്നുണ്ടാവണം. അങ്ങനെ ഒരു നാടൊന്നാകെ, അവരുടെ നാട് എത്രമാത്രം ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമല്ല, ഈ കാണുന്നതൊക്കെ ഒരു ദുസ്വപ്നം മാത്രമായിരുന്നെങ്കിൽ എന്നെത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാകണം. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, കോങ്ങാട് MLA അവിടെയുണ്ട്, അവിടെ ജില്ലാ കളക്ടറുണ്ട്.